ഹലോ എവരി വൺ, കാർ മാനിയാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഫാൽക്കൺ ഡോർ എന്ന് ടെസ്ല അവകാശപ്പെടുന്നത്. എന്നുവെച്ചാൽ നമുക്ക് തണുപ്പുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ ഖത്തറിൽ നല്ല തണുപ്പാണ്. ടെസ്ല മേടിച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മീൻസ് ഫാൽക്കൺ നമ്മൾ അനങ്ങുന്ന പോലെ തന്നെയാണ് ഇതും അനങ്ങുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് മോഡൽ എക്സ് ആണ്. ഇതിനു മുമ്പേ ഞങ്ങൾ ടെസ്ല മോഡൽ എസ് പ്ലേഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നു ഇതുപോലെ എക്സ് കൊണ്ടുവന്ന് നിങ്ങളെ അതിശയിപ്പിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് റിവ്യൂ പറയണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് മാത്രം പറ്റത്തില്ല. എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറും ഉണ്ട്. വേറെ ആരുമല്ല, എൻ്റെ അഷാദുക്കാണ്. ഹായ് മുസമ്മൽ, ഹൗ ആർ യു? അപ്പം നമ്മൾ പറഞ്ഞു വിട്ട് നമ്മളെ മോഡൽ എക്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മോഡൽ എക്സിന്റെ ഫീച്ചേഴ്സാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. ഇതിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. മോഡൽ എക്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഹിസ്റ്ററി, അതെങ്ങനെയാണ്, അതിന്റെ മീൻസ് ഏത് ടൈപ്പാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതെന്താണ് അർഷാദ് പറയുക അതിനെ പറ്റിയുള്ള? ടെസ്ല എക്സ് എന്ന് പറയുന്നത് ഒരു മിഡ് സൈസ് SUV കാറാണ്. അപ്പോൾ ഈ ടെസ്ല എക്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി പറയുന്നതിനേക്കാളും മുന്നേ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, ലോകത്തിൽ തന്നെ SUV ഏറ്റവും ഡ്രാഗ് കോഎഫിഷ്യന്റ് ആയിട്ടുള്ള വാഹനം ഇതാണ്. അതായത് കമ്പനി അവകാശപ്പെടുന്ന ടെസ്ല അവകാശപ്പെടുന്നത് 0.24 ആണ് ഡ്രാഗ് കോഎഫിഷ്യന്റ്. കാരണം വേറെ ഒരു SUV ഇല്ലാത്ത ഒരു എയറോഡൈനാമിക്സ് ആണ് ഈ വാഹനത്തിൽ അവർ കൊടുത്തേക്കുന്നത്. അപ്പം മുസമ്മിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം, എത്രത്തോളം ക്രൂയിസ് ചെയ്തായിരിക്കും ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഞാനിത് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. ഭയങ്കര നമുക്കൊരു ഡ്രൈവിംഗ് കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഏത് ടെറൈനിൽ കൂടി പോകുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ സ്ട്രക്ചർ എങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് മീൻസ് ഇതൊരു ഹൈറ്റ് ഉള്ള വണ്ടി ആണെങ്കിലും ഇത് റോൾ ഓവർ ചാൻസ് വളരെ കുറവ്. വണ്ടി പെട്ടെന്നൊന്നും അറിയത്തില്ല. കാരണം വണ്ടി കമ്പനി അവകാശപ്പെടുന്ന തന്നെ 3.2 സെക്കൻഡ്സിലാണ് 0 to 100 ഈ വാഹനം അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു കാറാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മോഡൽ എക്സിന്റെ സ്റ്റാൻഡേർഡ് മോഡലാണ്. ഇതിൽ മോഡൽ എക്സും ഉണ്ട്, മോഡൽ പ്ലേഡും ഉണ്ട്. മോഡൽ എക്സിൽ ഇതൊരു ലോങ് റേഞ്ച് വെഹിക്കിളാണ്. അതായത് ഒരു ഫുൾ ചാർജിൽ 543 കിലോമീറ്റർ ഈ വണ്ടി പോകും. ഫാസ്റ്റ് ചാർജിംഗിലാണെങ്കിൽ 300 സംതിങ് അല്ല 300 സംതിങ് ആണ് ഈ ഫാസ്റ്റ് ചാർജ്. 15 മിനിറ്റ്സും ഉണ്ട്. സംവെയർ ഉണ്ട് 250 to 350 കിലോമീറ്റർ. പക്ഷേ അത് ഓൺലി ഇൻ ടെസ്ല വാളിനകത്ത് മാത്രമേ ഫാസ്റ്റ് ചാർജിംഗ് പറ്റത്തുള്ളൂ. അത് ഡെഡിക്കേറ്റഡ് സ്പോട്ടിൽ മാത്രമേ ഫാസ്റ്റ് ചാർജിംഗ് പറ്റുള്ളൂ. എനിവേ, അപ്പം നമുക്ക് ഇനി ഇതിന്റെ കാറിന്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് നമുക്ക് പോവാം. അതെ, ഷേപ്പ് പറയുന്നത് നമ്മൾ ബാർജിങ്ങിന്റെ തൊട്ട് മേലത്തെ ഈ ഒരു ബോണറ്റ്, ഇതിന്റെ അകത്താണ് ഇതിന്റെ ഫ്രണ്ട് ട്രങ്ക് വരുന്നത്. പിന്നെ താഴോട്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ ഹെഡ് ലാമ്പ് ആണ്. ഈ ഹെഡ് ലാമ്പ് എന്ന് വെച്ചത് ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോളോ മീ ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഓട്ടോമാറ്റിക്കലി ലൈറ്റിംഗ് കണ്ടീഷൻസ് അനുസരിച്ച് ഈ ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യും. അതായത് ലൈറ്റ് കുറവാണ്, ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും, ഓപ്പൺ ആവും, ബീം ഹൈ ബീം ആവും, ലോ ബീം ആവും, എനിക്ക് ഇതിന്റെ ഫ്രണ്ട് ഒരു വ്യൂ കാണുമ്പോഴത്തേക്കും ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടോ? ടി ആണ് ഇത് യഥാർത്ഥത്തിൽ. ടി ആണെങ്കിലും പക്ഷേ മോഡൽ പ്ലേറ്റിൽ അവർ കൊടുത്തേക്കുന്ന ഒരു വി കോട്ട്, അങ്ങനെ ഒരു വിരിയുന്ന കോട്ട് അവർ കൊടുത്തേക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നെ കമ്മിങ് ടു ദിസ് പോയിന്റ്, ഇതിന് താഴെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും സെയിം രീതിയിൽ അവർ അറേഞ്ച് ചെയ്തു. ഒരു കർവി ഷേപ്പ് ആയിട്ടുള്ള മോഡലിനാണ് ഈ ടെസ്ല എക്സിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ടയർ ഞാൻ പറയാം. ടയർ ഇതിനകത്ത് 2 ടയർ സൈസ് വരുന്നുണ്ട്, 2 ഇഞ്ച് ടയർ സൈസ് വരുന്നുണ്ട്. ഒന്ന് ഇതിൽ കൊടുത്തേക്കുന്ന മോഡൽ എക്സിനകത്ത് കൊടുത്തേക്കുന്നത് 20 ഇഞ്ചും മോഡൽ എക്സിന്റെ പ്ലേഡിലാണെങ്കിൽ 21 ഇഞ്ചും. അപ്പം ലൈക്ക് 20 to 21 ഇഞ്ച് ടയറാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലേഡിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്യാമറ സെൻസർ കൊടുത്ത്, അതായത് ഇൻഡിക്കേറ്ററിനും അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള 360 ആംഗിളിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്യുപ്പൈ ചെയ്ത് നമുക്ക് ആ ക്യാമറയിലൂടെ കാണിച്ചു തരും. ടെസ്ല പറയുന്നത് ടെസ്ല വിഷൻ എന്ന് അവർ കോൾ ചെയ്യുന്നത്. ഈ ടെസ്ല വിഷൻ യൂസ് ചെയ്ത് ഇവർ സൈഡിൽ when we put the indicator on, ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ചാലു എന്ന കൂട്ടത്തിൽ ഈ ക്യാമറ ഓൺ ആവും, ഈ ക്യാമറ ഓൺ ആവും. ഓക്കെ, അതാണ് ഈ വണ്ടിയുടെ ഇതൊരു സേഫ്റ്റി ഫീച്ചറും കൂടെയാണ്. നമ്മൾ നോർമലി നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടിക്കകത്തേക്ക് എൻ്റർ ആവുന്നത്. അപ്പോൾ കമ്മിങ് ടു സൈഡ് പ്രൊഫൈൽ, നമ്മൾ റിയറിലോട്ട് വരാണ്ട് റിയറിൽ നിങ്ങൾക്ക് ഒരു ഡോർ ഹാൻഡിൽ കാണാൻ പറ്റുന്നത്. കാരണം ഇതൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഡോറാണ്. അത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ഇത് എങ്ങനെയാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ മുസമ്മൽ ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ നമ്മൾ ടെസ്ല നമ്മൾ എക്സിന്റെ കാർഡ് മുസമ്മിൽ കൊടുക്കുകയാണ്. അപ്പോൾ മുസമ്മിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക എങ്ങനെയാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ മുസമ്മിൽ ഈ വാതിലിനൊരു പേരുണ്ട്, അതായത് ഫാൽക്കൺ ഡോർ ആണ് ടെസ്ല അതിനെ വിളിക്കുന്നത്. ഇത് രണ്ടും തുറന്നു വെച്ചാൽ ഒരു ഫാൽക്കന്റെ ഷേപ്പിലാണ്, അതായത് ചിറക് അടിക്കുന്ന ഷേപ്പിലാണ് ഈ 2 വാതിലും നിൽക്കുന്നത്. അപ്പോൾ ലുക്ക് സ്റ്റൈലിഷ്, റൈറ്റ്? വെരി വെരി സ്റ്റൈലിഷ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ വാഹനത്തിന്റെ പുറകുവശത്തിലോട്ട് പോവാം. നമ്മളെ ചാർജിങ് പോർട്ട് അവർ
ഹിഡൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ആ ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മോഡൽ എക്സ്പ്ലെയിനെ പോലെ തന്നെ എക്സ്പ്ലെയിനകത്തും കൊടുത്തേക്കുന്ന സെയിം അതേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ മോഡൽ എക്സിലും കൊടുത്തേക്കുന്നത്. പിന്നെ പുറകു വശത്തോട് വരുവാണെങ്കിൽ സൈഡിൽ ഹെഡ് ലാമ്പ് അസംബ്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പോയിലർ യൂണിറ്റ്. ഈ സ്പോയിലർ നമ്മുടെ പ്ലെയിനിനകത്തൊന്നും കാണാത്തതാണ്. ഇതൊരു അഡീഷണൽ സ്പോയിലർ. അതെ, ഇത് നല്ല എയറോഡൈനാമിക്സ് ഷേപ്പ് കൊടുത്ത വണ്ടി ആയതുകൊണ്ട് ഒരു നല്ല ഹാർഡ് ആയിട്ടുള്ള ലൈറ്റ് പാനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതെ, ഒരു ടെയിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ആസ് യൂഷ്വൽ ടെസ്ലയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും മറ്റു കാര്യങ്ങളാണ്. റിയർ സൈഡിൽ നൈറ്റ് വിഷൻ ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി അറിയാൻ പറ്റുന്നത്. കാരണം നൈറ്റിൽ ഇതിന്റെ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ ഇതിന്റെ ലൈറ്റും ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു അട്രാക്റ്റീവ് ഒരു ഇതാണ് വിഷനാണ് ഇതിന്റെ ബാക്കിൽ നിന്ന് കിട്ടുന്നത്. ഒരു LED ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര അട്രാക്റ്റീവ്. കാർ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ്. ഇവിടെയും ലൈറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ അതായത് ടെയിൽ ലാമ്പിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഷേപ്പാണ്, ഒരു ഷേപ്പിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ആ ഡോറും തുറക്കാം, റിയർ ഡോറും തുറന്ന് കാണിക്കുക. അപ്പൊ നമുക്ക് ആക്ച്വൽ ഫാൽക്കൺ ചെയ്താൽ മതി, ജസ്റ്റ് ഓപ്പൺ ആയി വരും. ജസ്റ്റ് 1 ടച്ചിൽ ഓപ്പൺ ആവും. ഇതാണ് ഫാൽക്കൺ ഡോർ എന്ന് ടെസ്ല അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടിയുടെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ടെസ്ല മോഡൽ എക്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഫാൽക്കൺ ഡോഗ്സിന് എന്താണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം സാധാരണ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരും, എങ്ങനെ നമുക്കൊരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വണ്ടി സപ്പോസ് ഒന്ന് മറിഞ്ഞാൽ എന്തായിരിക്കും അതിന് ചെയ്യാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിൽ വരുന്നത് നമ്മൾ എങ്ങനെ ഈ കാറ് ബ്രേക്ക് ചെയ്ത്, അത് ഈ മിറർ ബ്രേക്ക് നമ്മൾ പുറത്ത് വരുന്നത്. അപ്പോൾ ഇത്തരം കാറുകളിൽ ഒരു കൊടുത്തേക്കുന്ന ഫീച്ചറാണ് ഒരു ബ്ലാസ്റ്റ്, ഒരു ചെറിയൊരു മിനി ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓട്ടോമാറ്റിക്കലി ഇത് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ബ്ലാസ്റ്റ് ആയി ഈ ഗ്ലാസ് ബ്രേക്ക് ആവും. ഈ ഗ്ലാസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ മീൻസ് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും മീൻസ് ഒരു ക്വാളിറ്റി, പക്ക ക്വാളിറ്റിയാണ് ഇതിന്, ഈ ഒരു ഡോറിന്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മോഡൽ എക്സ് എന്നിന്റെ പറയുന്ന ഒരു നെയിം ബാഡ്ജും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻസ് ടെസ്ല മോഡൽ എസ് പ്ലേറ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടിയുണ്ട്. നമ്മൾ അതിനകത്ത് ഡാൻസിങ് കാർ കാണിച്ചിട്ടില്ലായിരുന്നു. ഇതിനകത്ത് ഡാൻസിങ് കാർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് ഇട്ട് കാണിച്ചു കൊടുത്താലോ? നമ്മള് ഡാൻസിങ് കാറിന്റെ ഒരു ഫീച്ചർ ആണ്. നമുക്ക് ഡാൻസിങ് കാറിന് ആദ്യം കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പം ടെസ്ല മോഡൽ എസ് പ്ലേറ്റിനകത്ത് കണ്ട പോലെ തന്നെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. ഇതിനൊരു പേരുണ്ട്, ടോയ് ബോക്സ്. ടോയ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും, ഷെഡ്യൂൾ നൗ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു 4 ടൈപ്പ് ഓഫ് ഡാൻസിങ് കാറിന്റെ ഒരു മ്യൂസിക് സംഭവം ഉണ്ട്. ഇത് 1 minute 32 സെക്കൻഡ് ഉണ്ട്, അതുപോലെ തന്നെ 1 minute 50 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന്. അപ്പം ദ അറൈവൽ എന്ന് പറയുന്ന ഒരു സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു. അത് വോളിയം ഫുൾ ഇൻക്രീസ് ചെയ്തോ? ഓക്കെ, നമുക്കപ്പം ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഇറങ്ങണം. എക്സിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ ഡാൻസിങ് കാർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാറിന്റെ പുറത്ത് നമ്മൾ ഇറങ്ങി കംപ്ലീറ്റ്ലി നമ്മളത് ക്ലോസ് ചെയ്താൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ടെസ്ലയുടെ മാത്രം ഒരു മോണോപ്പൊളി എന്ന് വേണം പറയാം. ഇതിൽ മാത്രം വേറെ ആരും ഒരു കോപ്പി റൈറ്റിനകത്തില്ല. കണ്ടില്ല ആ ഒരു ശബ്ദവും. ഇപ്പൊ ഇത് രാത്രി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് ഉണ്ടായത്. നമ്മൾ രാത്രി ഒരു ഷോട്ട് എടുത്തായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തേക്കാം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 974ന്റെ ആ ഫ്രണ്ടിലായിട്ട് കിടക്കുമ്പോൾ ഈ വണ്ടിയുടെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലുക്കും ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ല. ഈ ഒരു കളറൊക്കെ നമ്മൾ റെഡ് ആണ് മറ്റേത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഒരു ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറാണ്. കണ്ടോ, എല്ലാ ഡോറും അവിടെ ഓപ്പൺ ആവും, ആ ഗ്ലാസ് ഓപ്പൺ ആവും, എല്ലാം അതിനനുസരിച്ച് ഈ സോങ്ങിനനുസരിച്ച് അതിനനുസരിച്ച് അതൊരു മൂവ്മെന്റ് നടത്തും. ഇനി ഡിക്കിയുടെ ഭാഗത്തോട്ടേക്ക് നമുക്ക് പോയി നോക്കാം. ഡിക്കിയും തുറന്നു. കണ്ടില്ലേ, ഫാൽക്കൺ നമ്മൾ അനങ്ങുന്ന പോലെ തന്നെയാണ് ഇതും അനങ്ങുന്നത്.
കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ ഡാൻസ് ഷോ അവസാനിച്ചിരിക്കുകയാണ്. ഡാൻസ് ഷോ ഇതുപോലെ തന്നെ ഒരു 4 ടൈപ്പ് ഓഫ് മ്യൂസിക് നമ്മൾ പല കസ്റ്റമേഴ്സ് അത് അതിന്റെ ഡോറും കാര്യങ്ങളും ഒക്കെ ഓപ്പൺ ആവും, അതിന്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം മാറി മാറി വരും. കാറിന്റെ അകത്താണ്. അപ്പൊ കാറിന്റെ വിശേഷങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കേണ്ടത് ഒരു വ്യത്യസ്തമായ സ്റ്റിയറിംഗ് ആണ്. മുസമ്മൽ, ഈ സ്റ്റിയറിംഗ് എന്തെങ്കിലും പേരുണ്ടോ? ഉണ്ടല്ലോ, യോക്ക് സ്റ്റിയറിംഗ് എന്നാണ് പറയുന്നത് ഇതിന്റെ. അതുപോലെ തന്നെ നമുക്ക് കാർ എന്താണെങ്കിലും നമുക്ക് ഞാൻ ഈ മീൻസ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക്കലി അടയും കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ കാറിനകത്ത് നമ്മളുടെ കാർഡ് വെച്ചാൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. അത് ഇതിന്റെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ എക്സ്പ്ലെയിഡ് കാണുന്നതിന് കുറച്ചും കൂടി നല്ല. എന്റെ അഭിപ്രായം ഞങ്ങൾ അധികം ആ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സെയിം നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാം സെയിം ആണ്. ഓൺലി ഫ്യൂ ഫീച്ചേഴ്സ് മാത്രമേ ഇതിനകത്ത് മാറ്റമുള്ളൂ. അപ്പം ഇതിനകത്ത് നമുക്കിപ്പം കൺട്രോൾസിനകത്ത് വരുന്നതാണ് കാര്യങ്ങൾ. അതായത് സ്വൈപ്പ് ചെയ്ത് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇപ്പം വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മറ്റേനകത്ത് ഇല്ലാത്ത 2-3 ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഓപ്പൺ, അതായത് ഈ ഫാൽക്കൺ ഡോർ ഓപ്പൺ ആക്കാനുള്ള 2 ഡോർ ഓപ്പണിംഗ് സെക്ഷൻസ് റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പറയാനുള്ളത് സസ്പെൻഷൻ 4 മോഡൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ് ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ബെൽറ്റ് ഇട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ, ഈ വണ്ടി സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലായിട്ട് എല്ലാവരും ഈ വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാ പാസഞ്ചേഴ്സും ബെൽറ്റ് മാൻഡേറ്ററി ആയിട്ട് ഇട്ടിരിക്കേണ്ടതാണ്. പിന്നെ വണ്ടിക്കകത്തുള്ള അതിനുശേഷം ഇപ്പം എക്സ്പ്ലൈഡ് കാണുക. ഇപ്പം ഇതിനകത്ത് നമ്മൾ എക്സ്പ്ലൈഡിനകത്ത് കാണിക്കാത്ത 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളിപ്പം ലൈറ്റ് ഷോ കാണിച്ച പോലെ തന്നെ ഇതിനകത്ത് ഈ ഹീറ്റിന്റെ ഒരു അതായത് നമ്മൾ തണുപ്പുള്ള ടൈമിൽ നമുക്ക് ചൂടാക്കാനുള്ള ഒരു ടോട്ടലി നമുക്ക് ചൂടാക്കാൻ പറ്റും. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒന്നും വർക്ക് ആയില്ല. ഇൻഡിക്കേഷൻ അതിൽ നമ്മളെ ഇവിടുത്തെ മറ്റു കാറിൽ ഇല്ലാത്തൊരു ഫീച്ചറിനാണ് നമ്മളെ കാറിൽ എല്ലാ വ്യക്തികളും വണ്ടിക്കകത്ത് ബെൽറ്റ് ഇടാന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് മറ്റ് എക്സ്പ്ലെയിഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് പറയേണ്ടത് ഇതിന്റെ ആക്സലറേഷൻ മോഡാണ്. ഇതിനകത്ത് 3 ആക്സലറേഷൻ മോഡാണ് ഉള്ളത്. ചിൽ, സ്പോർട്ട്, അതെ, ഇൻസൈൻ ഒരു മോഡാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് ഇൻസൈൻ മോഡ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞോട്ടെ ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ആക്സലറേഷൻ എന്ന് പറയുന്നത് 3.2 സെക്കൻഡ്സിനാണ് 100 അച്ചീവ് ചെയ്യുന്നത്. മറ്റേലായിരുന്നു 2.1 സെക്കൻഡ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 660 bhp ആണ് ഇതിന്റെ ഹോഴ്സ് പവർ. ഇതിന്റെ തന്നെ പ്ലേഡ് മോഡലും ഉണ്ട്. ഈ പ്ലേഡ് മോഡൽ ആണെങ്കിൽ 1020 ഹോഴ്സ് പവർ ആണ്. അതിന്റെ സ്പീഡ് വരുന്നത് 2.1 സെക്കൻഡ് കൊണ്ട് 100 അച്ചീവ് ചെയ്യും. അതെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് മോഡലാണ്. ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള വണ്ടി, ഹൈ പെർഫോമൻസ് വരുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൺട്രോൾസ്, പെഡൽസ്, സസ്പെൻഷൻ, ചാർജിങ്, ഓട്ടോ പൈലറ്റ്, ലോക്സ്, ലൈറ്റ്, സീറ്റ്, ഡിസ്പ്ലേ, ഷെഡ്യൂൾ, സേഫ്റ്റി, സർവീസ്, സോഫ്റ്റ്വെയർ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി നാവിഗേഷൻ, ട്രിപ്സ്, വൈഫൈ, ബ്ലൂടൂത്ത് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക്. പക്ഷേ എല്ലാം ഇതിനകത്ത് തന്നെ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന 2-3 കുറച്ച് കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലെയിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഫാൽക്കൺ ഡോർ ആയതുകൊണ്ട് 2 ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, അതായത് സിസ്റ്റമാറ്റിക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന 2 ഇത് കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക്, ചാർജ് പോർട്ട്, വൈപ്പർ, ഇതിനെപ്പറ്റി. പിന്നെ അതുപോലെ തന്നെ മിറർ ഫോൾഡിങ്. ഇതിപ്പം നമുക്കിപ്പം ഈ സസ്പെൻഷൻ ഹൈ വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി സ്റ്റോപ്പ്, മീൻസ് നമ്മൾ എവിടെയെങ്കിലും ഇപ്പം നാവിഗേഷൻ ത്രൂ അവിടെ എത്തുമ്പോൾ, ഹമ്പ് എത്തുമ്പോൾ നമ്മൾ അവിടെ സസ്പെൻഷൻ അതെ എത്തുമ്പോഴത്തേക്കും ഇതാക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ റെക്കോർഡിംഗ് ഫീച്ചർ എന്താ വെച്ചാൽ നമ്മളെ വാഹനം നമ്മൾ ലോക്ക് ചെയ്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ റെക്കോർഡിംഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ചുറ്റും ഏതൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ അലേർട്ട് ചെയ്യാനും അത് ആരാണ് വണ്ടിക്ക് ചുറ്റും വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ റെക്കോർഡിംഗ് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി വണ്ടി നമ്മൾ ഓഫ് ആയി നമ്മൾ വീട്ടിനകത്ത് പോകുക അല്ലെങ്കിൽ പുറത്ത് പോകുക, ഒരു സെക്യൂരിറ്റി, ഒരു സ്വയം സെക്യൂരിറ്റി ആവുക. കയറുമ്പോൾ വണ്ടിയുടെ യൂസർ, അതായത് വണ്ടിയുടെ ഓണറിന് ഇത് പ്ലേ ചെയ്ത് കാണിക്കും ആരൊക്കെയാണ് ഈ വണ്ടി ചുറ്റും വന്നത്, എന്തൊക്കെയാ ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് തന്നെ ഗ്ലോ ബോക്സ് ഉണ്ട്. നമ്മൾ ഗ്ലോ ബോക്സ് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓപ്പൺ ആവും. ഇതെല്ലാം സംഭവം തന്നെ. പിന്നെ ഇവിടെ ഓട്ടോ പൈലറ്റ് നോർമലി ഇല്ല. നമ്മൾ എക്സ്പ്ലെയിഡിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും പ്ലേഡിനകത്തും ഇല്ല. പിന്നെ ഇതിനകത്ത് ഇപ്പം എന്താണെങ്കിലും എക്സ്പ്ലെയിഡ് കാണുക, അതാണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് ഇപ്പം ഡാൻസിങ് കാറിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബൂം ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൗണ്ട്, അതായത് നമ്മളുടെ ഹോൺ പോലെ നമുക്ക് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വെറൈറ്റി വാഹനത്തിനകത്ത്, അതായത് പുറത്ത് നിൽക്കുന്നവരെ നമുക്ക് പേടിപ്പിക്കാൻ പറ്റും. ഫ്രാങ്ക് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബൂം ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒട്ടനവധി, അതായത് റെയിൻബോ റോഡ്, നമുക്ക് റെയിൻബോ മീൻസ് നമ്മുടെ കളർ തീം തന്നെ നമുക്ക് ചുറ്റും മാറ്റാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലേറ്റിനകത്ത് നമ്മൾ കാണിക്കാത്ത ഫംഗ്ഷൻ ഉണ്ട്. ഈ ക്യാമറ നമ്മൾ ടച്ച് കഴിഞ്ഞാൽ
കംപ്ലീറ്റ് സറൗണ്ടിങ്സിലെ എല്ലാ ക്യാമറാസും ആക്ടിവേറ്റ് ആവും. വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് റിയർ എല്ലാം വ്യൂ ഫ്രണ്ട് വ്യൂ കാണിക്കത്തില്ല. അപ്പൊ ഈ 3 ആംഗിളുള്ള ക്യാമറാസ് ആണ് ഇതിനകത്ത്. അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലെയും ബാക്കിലെയും ആ വ്യൂ നമുക്ക് പ്രോപ്പർലി നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയാം. ഈ വാരത്തിന് യൂസ് ചെയ്തേക്കുന്ന ഒരു AMD Ryzen, ഐ തിങ്ക് AMD Ryzen സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിന്റെ AMD Ryzen, യെസ്, ആ സോഫ്റ്റ്വെയർ നല്ല GB കൊടുക്കാതെ ഇതിനകത്ത് എല്ലാം വർക്കിംഗ് ആകത്തില്ല. അതുകൊണ്ട് തന്നെ 60 GB ആണ് അതിന്റെ റാം കൊടുത്തേക്കുന്നത്. അതെ. പിന്നെ അതിൽ തന്നെ ഈ വാഹനത്തിന് എടുത്തു പറയേണ്ടത് ഒരു ഡുവൽ മോട്ടറാണ്. അതായത് ഡുവൽ മോട്ടർ, ഫ്രണ്ടിലത്തെ മോട്ടറും ബാക്കിലത്തെ മോട്ടറും ഒരു ഓൾ വീൽ ഡ്രൈവിനാണ് ഈ വാഹനം ഓടിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ 4 ടയറിലും ഈക്വലി പവർ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നല്ലൊരു പവർ കിട്ടുന്നത്. ഈ ഫ്രണ്ടിൽ റിയറിലാണെങ്കിൽ 250 കിലോ വാട്ട് ആണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും സെയിം 252 കിലോ വാട്ട് ആണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അനന്തരം ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ നമുക്ക് തണുപ്പുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ ഖത്തറിൽ നല്ല തണുപ്പാണ്. ടെസ്ല മേടിച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് നമുക്ക് നമ്മുടെ കാറിനുള്ളിൽ തന്നെ നമുക്ക് ഇതൊരു ഹീറ്റ് ആക്കാൻ കണ്ട ഇതിന്റെ ആംബിയൻ ഫീൽ നമുക്ക് ഇത് മോർണിംഗ് ടൈം ആയതുകൊണ്ടാണ് ഇത് നമുക്ക് കറക്റ്റ് പ്രോപ്പർലി ഇത്. പക്ഷേ ഈ രാത്രി ഞങ്ങൾ ഇതിട്ട് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ബട്ട് ഭയങ്കര ഒരു ഫീലാണ്. ഇത് ഹീറ്റ് ആവും നമ്മളുടെ ആ ഒരു, അതായത് ഈ ഒരു ഫീൽ നമുക്ക് തരും ഈ ഒരു ഡിസ്പ്ലേയിലൂടെ. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം, ലോകത്തിലെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള പനോരമിക് സൺറൂഫ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്ല എക്സിലുള്ളതാണ്. ഇത്രയും ഇത് മുതൽ അങ്ങ് ലാസ്റ്റ് വരെ അതും ഉണ്ട്. പക്ഷെ ഇവിടെ ഡോർ വരുന്നുണ്ട്. ഇത് ഫുള്ളി കവേർഡ് ആണെങ്കിലും എന്നാൽ അവർ അവകാശപ്പെടുന്നത് ഫുള്ളി പനോരമിക്. ഇതെന്ന് പറഞ്ഞാൽ വൈസർ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഇതങ്ങ് ഈ ഫ്ലാപ്പ് താഴോട്ടായി കഴിഞ്ഞാൽ നമുക്ക് വെയിലടിക്കും. അതേപോലെ തന്നെ നമുക്ക് രാത്രിയൊക്കെ നമുക്ക് നമ്മുടെ ലൈറ്റ് ഒക്കെ കാണണമെങ്കിൽ മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു ക്യാമറ നമ്മുടെ വെഹിക്കിളിനകത്തുള്ള ആളുടെ കണ്ടീഷൻ എപ്പോഴും ഈ ക്യാമറ മോണിറ്റർ ചെയ്യും. ഇൻ കേസ് ഡ്രൈവർ ഫറ്റീഗ് ആവുമോ, ഡ്രൈവർ അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ ഈ ക്യാമറ അത് റെക്കോർഡ് ചെയ്യും. വണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു, അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ ആവുന്നത് വണ്ടി ഈ വാഹനം ഓട്ടോ പൈലറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. ഓട്ടോ പൈലറ്റ്, അതാ ഞാൻ പറയാൻ വന്നത്. ഓട്ടോ പൈലറ്റ് ഡ്രൈവ് ചെയ്യും. അവന് ഈ ഒരു കൺസോൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ആ 3 ക്യാമറ 360 ഡിഗ്രിയിലുള്ള 3 ക്യാമറാസ്. ഇപ്പൊ നമ്മളിപ്പം മൂവിങ് ചെയ്യും. ഇതിപ്പോ നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് ഈ വണ്ടിയുടെ എന്തൊക്കെയാണ് നമ്മൾക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്, ഞങ്ങൾ നല്ല രീതിയിൽ ഓടിച്ചു കൺസ്യൂം ചെയ്യും. മീൻസ് 10% പോയാൽ വണ്ടി എത്രത്തോളം പോകും എന്ന് അറിയാൻ വേണ്ടി പിന്നെ പുറത്തുള്ള ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മോഡൽ എസ്പ്ലേഡിന്റെ ആ ഒരു ചെറിയൊരു മിനിയേച്ചർ സാധനം നമുക്ക് ഇത് കാണിച്ചു തരും ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത്. ടൈം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പം വേറൊരു കാര്യം പറയാനുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു പറയാൻ പറ്റും. നമ്മൾ എപ്പോഴും ആൾക്കാർ വണ്ടിക്കകത്ത് കയറും പറയുന്നത് അതിന്റെ ഡാഷിനെ കുറിച്ചാണ്. ഇതൊരു ലെതർ സ്റ്റിച്ച് ഡാഷ് ആണ്. ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് സിന്തറ്റിക് ലെതർ ആണ്. ഒരു വുഡൻ ഫിനിഷ്, വുഡൻ ട്രിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റാലിക് ഒരു എലമെന്റും കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡോറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഒരു വുഡ് എലമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഫാസ്റ്റ് ചാർജിംഗ് പോർട്ട് ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതൊരു 1 ടച്ചിൽ ഓപ്പൺ ആവും. ഇത് ഒരു കൂൾ ബോക്സ് ഉണ്ട്. അത്യാവശ്യം സ്പേസ് ആണ്. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് എല്ലാം കുറച്ചും കൂടി നൈസ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് എനിക്ക് സത്യത്തിൽ എസ്പ്ലേഡിനെക്കാളും കുറച്ചും കൂടി സീറ്റിംഗ് കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്തും 6 ടൈപ്പ് ഓഫ് 22 സ്പീക്കേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടിലായിക്കോട്ടെ നല്ല സ്പീക്കർ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അത്രയ്ക്കും ക്ലാരിറ്റിയാണ് ഇതിനകത്ത്. റിയറിലത്തെ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഇതുണ്ടല്ലേ, ഒരു തൈ സപ്പോർട്ട് ഉണ്ടല്ലേ, നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് ക്ലിയറൻസും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ് തന്നെയാണ്. പിന്നെ മിഡിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് 4 പേർക്ക് ഇരിക്കാം. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ സേഫ്റ്റി, ഇത് ബെൽറ്റിന്റെ വിഷയമുള്ള സേഫ്റ്റി ഉള്ള നമ്മൾ എപ്പോഴും 3 പേര് ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടുത്തെ ഒരു ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. യൂട്യൂബ് ഒക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഗെയിമിംഗ് ആർക്കേഡ് എന്നാണ് ടെസ്ലനെ വിളിക്കുന്നത്. ഇതിനകത്ത് പിള്ളേർക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റും. യൂട്യൂബ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് കാസ്റ്റ് ചെയ്താൽ ഫ്രണ്ടിലുള്ളവർ കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ പിന്നെ AC കൺട്രോൾസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ബാക്കിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിലത്തെ 2 മീൻസ് ഇതിനകത്തും നമുക്ക് സീറ്റിനകത്തും കൂൾ കൊടുത്തിട്ടുണ്ട്. കൂളും അതുപോലെ തന്നെ ഓട്ടോ ആക്കാൻ പറ്റും. ഇലക്ട്രിക് സീറ്റാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് അടയ്ക്കാനുള്ള ബട്ടൺസ് കൊടുത്തേക്കുന്നത്. മീൻസ് ഇവിടെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് ഇത് അടയും. ഇതിന്റെ ഈ ഡോറിന്റെ താഴെ ആരും നിൽക്കുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി മീൻസ് ഒന്ന് സെൻസ് ആക്കിയിട്ട് ഇത് അടയാതിരിക്കും. ഇതിന്റെ ബാക്കിലത്തെ നമുക്ക് ഫ്രങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ അതിന് മുന്നോട്ട് പറയാനുള്ളത് ഈ 2 പോർഷൻ, ഇതാണ് ഞാൻ പറഞ്ഞ
ലോകത്തിലെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള പനോരമിക് റൂഫ് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞോട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ സീറ്റ് അൺഫോൾഡ് ചെയ്ത് നല്ല ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ്, അതായത് ക്യാബിൻ സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അത് ഒരുപാട് സാധനങ്ങൾ വെച്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങി വരെ പോകാൻ പറ്റും. എടുത്തു പറയേണ്ട ഈ വാഹനത്തിന് 2 ടൈപ്പ് സീറ്റിംഗ് ആണ് ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സീറ്റ്സ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 5 സീറ്റർ കാറാണ്. ഇതിൽ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെച്ചിട്ട്, അതായത് ഫ്രണ്ടിലെ സ്ക്രീൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. കണ്ടോ, ഇത് ബാക്കിൽ നല്ല സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ലഗേജ് ഒക്കെ ക്യാരി ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ്, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഷേപ്പ് ഒരു പക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് എത്രയാണ് വരുന്നത്? ബൂട്ട് സ്പേസ് 2616 ലിറ്ററാണ് വരുന്നത്. ഈ സീറ്റ് അൺഫോൾഡ് ചെയ്താൽ മോർ ബൂട്ട് സ്പേസ് കിട്ടും. ഈ ഇവിടെ ഒരു സീറ്റ് ഇല്ല. ഇതൊരു ഒരു ടോ ചെയ്ത് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് തന്നെയാണ്. ഇവിടെ ഇതല്ലേ സ്പേസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുറകിലും സ്പീക്കേഴ്സ് ബാക്കില്ല, ഈ ഫ്രണ്ടിലാണ് സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ടൂൾ കിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിന്റെ വണ്ടിയുടെ വാഹനത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2300 കിലോഗ്രാം ആണ്. 2335 കിലോഗ്രാം ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇവിടെ ഒരു 1 ടച്ച് ബട്ടൺ ഉണ്ട് ഈ റിയർ ട്രങ്ക് അടയ്ക്കാനുള്ളത്. നമ്മുടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടഞ്ഞോളൂ ഓട്ടോമാറ്റിക്കലി. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു ബൂട്ട് തന്നെയാണത്. അതെ, നമുക്ക് ഇനി ഫ്രണ്ടിൽ അതും കൂടി ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി വെക്കാം. അതൊരു ചെറിയ സ്പേസ് ആണെങ്കിൽ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ സൈസ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ചെറിയ പേഴ്സണൽ ബിലോങ്ങിങ്സ്, ബാഗ്സ് ഒക്കെ വെച്ച് കൊണ്ടാൻ പറ്റും. അത്യാവശ്യം നല്ല. ഇതിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് കാർ എങ്ങനെ ഇരിക്കുന്നു അത് കൂട്ടാണ്. കാരണം ഇതിനകത്ത് വേറെ ഒന്നും കാണുന്നില്ല. അതായത് നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ എവിടെയാണെന്ന് ഒന്നും അവർ മൊത്തത്തിൽ കവേർഡ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു വെയിറ്റ് ഉണ്ട് ഇത് മൊത്തത്തിൽ. അതെ, ഞാൻ വേറൊരു കാര്യമാണ് ടെസ്ല വിഷൻ. അതായത് ഈ ക്യാമറ, ഇവിടെ ഒരു 3 ക്യാമറ കണ്ടാവും. ഈ 3 ക്യാമറ, അതായത് 360 ഡിഗ്രിയിൽ ഇതിന്റെ സറൗണ്ടിങ്സ് മൊത്തം ഈ ടെസ്ല വിഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഡ്രൈവേഴ്സിനെ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്തുള്ള സേഫ്റ്റി ഫീച്ചർ തന്നെ വണ്ടി സഡനായിട്ട് ബ്രേക്ക് ചെയ്യും. മുന്നിലുള്ള വാഹനം ബ്രേക്ക് ചെയ്യാൻ നേരത്ത്. അതുപോലെ തന്നെ ലൈൻ ചേഞ്ച് അസിസ്റ്റ് ഉണ്ട്, എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റംസ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റോൾ ഓവർ പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ തരുന്ന വെഹിക്കിളാണ്. ഇതൊരു SUV വെഹിക്കിൾസ് റോൾ ഓവർ അത് മറിയാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇതിന്റെ വീൽ ബേസും ഇതിന്റെ സ്റ്റെബിലിറ്റിയും ഇതിന്റെ എയറോഡൈനാമിക് ഷേപ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും റോൾ ഓവർ ചാൻസസ് വളരെ കുറവായിട്ടുള്ള വണ്ടിയാണ് ടെസ്ല എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസന്റ്ലി മുസമിൽ ഈ കാർ ഇപ്പം പാർക്കിംഗ് മോഡിലാണ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ സെയിം ലൈക്ക് എക്സ്പ്ലെയിൻ, ഇത് മേലോട്ട് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് തന്നെ പ്രസ് ടു ഡ്രൈവ്, അത് നമ്മൾ പെഡൽ ആക്സിലറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, വണ്ടി ഗ്രാജുവലി മൂവ് ആവുന്നതാണ്. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ സ്റ്റിയറിംഗ് തന്നെയാണ്. ഇതിൻ്റെ നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്ന തൊട്ട് ഒരു ജോയ്സ്റ്റിക്ക് എങ്ങനെയാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത് അതേ ഒരു ഫീലാണ്. നിങ്ങൾ വിചാരിക്കും ഇത് പെട്ടെന്ന് വണ്ടി നമുക്ക് മാനൂവർ ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വണ്ടി നമ്മളൊന്ന് ഓടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി നമ്മൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മാറി ഈ സ്റ്റിയറിംഗ്. അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള യോക്ക് സ്റ്റിയറിംഗ് ആണ്. നിങ്ങൾക്ക് യോക്ക് സ്റ്റിയറിംഗ് വേണ്ടെങ്കിൽ, അതായത് നമുക്ക് റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കിട്ടും, അതിന് കോസ്റ്റ് കുറയും. ഈ ഒരു സ്റ്റിയറിംഗ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2600 ഖത്തർ റിയാൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ടൈപ്പ് ഉള്ള ഒരു യോക്ക് സ്റ്റിയറിംഗ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാനുള്ള ഇതിന്റെ ബാറ്ററി ബാങ്ക്സ്, അതായത് ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഈ ബാറ്ററി എല്ലാം കൊടുത്തേക്കുന്നത് ഹിഡൻ ആയിട്ടാണ്, ഇതിന്റെ താഴ്ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ AC വെന്റുകളും മറ്റും അതെല്ലാം ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്താണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നമ്മളിപ്പം വണ്ടി ഇപ്പോൾ ചിൽ മോഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ചിൽ മീൻസ് പവർ വളരെ കുറവായിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞു. അർഷാദ് ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിവേ, നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള സൂപ്പർ കാറൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഇൻ ടു അവർ നെക്സ്റ്റ് എപ്പിസോഡ്. ഇനിയും നമ്മളെ ഇലക്ട്രിക് കാർസും അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ കാർസും കൊണ്ടുവന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അസ് വീഡിയോ. ബൈ.